നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി കൂട്ടുകാരെ. നിങ്ങൾക്ക് ഞാനൊരു ജോലി നൽകാൻ പോകുന്നു. ഈ ഗോപികമാർക്ക് ഒരു പാലം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ അവർക്ക് പാലും വെണ്ണയും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാം. കംസൻ മരണദൂതൻ ഇവിടെ എവിടെയോ ഉണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. ആ, ഇതവൻ തന്നെ. കംസൻ പറഞ്ഞ മരണദൂതൻ തീർച്ചയായും ഇവൻ തന്നെയായി. എന്റെ യജമാനനായ കംസന് വേണ്ടി ഞാൻ ഇവനെ ഭക്ഷിക്കാൻ പോവുകയാണ്. അഗാസുരൻ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ദ്ര, ഞാൻ എന്റെ ഈ തീയമ്പ് കൊണ്ടവനെ കൊല്ലട്ടെ. ഇപ്പോൾ വേണ്ട അഗ്നിദേവ. നമുക്ക് കുറച്ചു നേരം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. നിനക്ക് സാധിച്ചു കൃഷ്ണ. കൃഷ്ണനല്ലാതെ ഒരാൾക്കും ഇതുപോലൊരു പാലം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവൻ ഭഗവാൻ രാമനേക്കാൾ ഏറ്റവും മഹാനാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ രാമനായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കില്ല. തീർച്ചയായും നീയും നിന്റെ വാനരന്മാരെ പോലെ വികൃതിയാണ് കൃഷ്ണ. അതുകൊണ്ട് അവർ നിന്നെ അനുസരിക്കുന്നത്. രാധേ, ലളിതേ, കലമെടുത്തോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വൃന്ദാവനത്തിലേക്കുള്ള പാലം ഉണ്ടാക്കി തന്ന എന്നോടുള്ള നന്ദി നിങ്ങൾ ഇങ്ങനെയാണോ കാണിക്കുക? നിൽക്ക്. ഈ പാലം കടക്കണമെങ്കിൽ കൂലി തരേണ്ടി വരും. അതായത് നിങ്ങളുടെ കലത്തിലുള്ള വെണ്ണ. കൃഷ്ണ നോക്ക്, അത് രാക്ഷസനാ. അതെല്ലാവരും തിന്നും. ഓടിക്കോ കൃഷ്ണ, അത് നിന്നെ തിന്നുന്നതിന് മുൻപ് ഓടിക്കോ. ആരും പേടിക്കണ്ട, അതൊരു പാവം പക്ഷിയാണ്. കൃഷ്ണ, കൃഷ്ണ വേണ്ട, മാറി നിൽക്ക്. കൃഷ്ണ